പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയങ്ങളെ, ഇന്നെങ്ങും കയറിയില്ല. നേരെ ജോലി കഴിഞ്ഞ് ഇറങ്ങി മോനിക്കുട്ടനെ വിളിച്ചു. ഞങ്ങൾ നേരെ ഇങ്ങോട്ടിങ്ങ് പോരും. പിന്നെ വന്നപ്പോഴേ സൈക്കിളും കൊണ്ട് ഇറങ്ങി. ഞാൻ വന്നപ്പോഴേ കുറച്ച് അരി ചോറ് വെക്കാനുള്ളത് തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ചോറില്ല. രാവിലെ കിളിമീൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ തൈര് ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഒരു കറിയും കൂടെ ഒക്കെ വെക്കണം. കറി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തോരനോ അങ്ങനെ എന്തെങ്കിലും. വൻപയറുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരൻ വെക്കണം. രാവിലെ മുറ്റമൊക്കെ തൂത്തായിരുന്നു. കരിയിലൊക്കെ കുറേ തൂത്ത് കളഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും കരിയിലയായി. മോനിക്കുട്ടൻ എന്നെ മുറ്റം തൂക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. നോക്കട്ടെ, പറ്റുന്നെങ്കിൽ കുറച്ചങ്ങ് തൂത്ത് കളയാം. രാവിലെ തൂത്ത് അറിയാൻ പോലും ഇല്ല, മൊത്തം കരിയിലയായി. അപ്പോൾ ഒന്ന് തൂത്ത് കുളിച്ച് ജപിച്ച് വരാം. വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, അത് സേവ് ചെയ്യാനുണ്ട്. പോയിച്ച് വരും. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. ഇതാ, ദൈവം എൻ്റെ സഹായകനാകുന്നു. കർത്താവിൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഫോണിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. വീഡിയോ എഡിറ്റിംഗ് ഒന്നുമല്ല, കുറച്ച് പേർക്ക് മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, കൂട്ടാനൊന്നും വെച്ചില്ല പ്രിയങ്ങളെ. പിന്നുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയ്ക്ക് നമ്മൾ ഈ നെഗറ്റീവ് തിരഞ്ഞു പിടിച്ചിരിക്കുന്നില്ലാത്തത് കൊണ്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ നെഗറ്റീവ് ഇടുന്നവരൊരു 3-4 കമൻ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ അതെന്തിനാ ശ്രദ്ധിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ കണ്ണിൽ വന്ന് പെടും. അങ്ങനെ പെട്ട് കഴിയുമ്പം ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടു. ആ കമൻറ്റ് എന്താ ഇങ്ങനെ കമൻറ്റ് ഇട്ടേന്ന് ഞാൻ ആ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അതേപോലെ തന്നെ 3-4 കമൻറ്റ് അതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഐ ഡി അങ്ങ് ബ്ലോക്ക് ചെയ്തു. വേറൊന്നുമല്ല, ഞാൻ എന്താ പറയുന്നത്, സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം ആരോ അതിനെ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തിനാണ് സാധനം മേടിക്കുന്നത്, എന്താ പറയുന്നത്, സപ്ലൈകോയിൽ പോയി മേടിച്ചു കൂടായോ എന്ന് ചോദിച്ചു. അപ്പം ആരോ ചോദിച്ചു, എന്താ സപ്ലൈകോയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എവിടെ നിന്നായാലും എന്താന്ന് ചോദിച്ചപ്പം ഇവർക്ക് പൈസ ഇല്ലെന്നല്ലേ ഇവർ പറയുന്നത്, എന്താ പറയുന്നത്, അവിടെ ആകുമ്പോൾ പൈസ കുറച്ച് കിട്ടും, അതാ പറഞ്ഞത്, ഇവരെപ്പോഴും പൈസ ഇല്ലെന്ന് പറയുന്നു. ഞാൻ എന്തെങ്കിലും
ഒരിക്കലെങ്കിലും നിങ്ങളോട് ആരോടെങ്കിലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളെ ഈ ഒരു വാടക വീട്ടിലേക്ക് എത്തിച്ചു എന്നുള്ളത് മാത്രമാണ്. ഞാൻ അതിൽ പോലും ഒരു പരാതിയായിട്ട് നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ സോറി. ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് എൻ്റെ ജീവിതത്തിൽ വരുന്ന തകർച്ചകളെ കാണുന്നേയില്ല. അതെല്ലാം എനിക്ക് തരുന്ന ഓരോ പാഠങ്ങളായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെന്തുവാ, മനുഷ്യരാണ്. സങ്കടം വരുമ്പം കരയാനും സന്തോഷം വരുമ്പം ചിരിക്കാനും ഒക്കെ ഉള്ള ഒരു ശേഷി മനുഷ്യന് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പരിചയമുള്ള ഒരാൾ എന്നോട് ചോദിച്ചതാണ്, നിന്നോട് സംസാരിക്കുമ്പം ദേഷ്യവും വിഷമവും ഒക്കെയാണ്, പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മൾ അവിടെ 2 മുഖങ്ങളിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കഴിവതും പോസിറ്റീവായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ എവിടെങ്കിലും ഇരുന്ന് ഇങ്ങനെ മനുഷ്യരെ പറയാനായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ പേടിച്ചാണ് ഞാൻ കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാത്തത്. ഞാൻ ഒരിക്കലും എനിക്ക് നിവൃത്തികേടാണെന്ന് ഈ പബ്ലിക്കിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ളത്, ദിവസവും ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ്, ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഈ വീട്ടിൽ വന്നപ്പോൾ എന്തൊക്കെ കുറ്റങ്ങളാണ്, ഇങ്ങനെയൊക്കെയാണ് അവർ കമൻ്റ് ഇട്ടത് കേട്ടോ. ഞാൻ ഇവിടുത്തെ കുറ്റമല്ല പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിലാണ് താമസിച്ചത്, വാടകയ്ക്ക് താമസിച്ചത്. അവിടെ നിന്ന് നമ്മൾ താമസിച്ചിരുന്ന വീട്ടിലോട്ട് പോകുമ്പോൾ മോനുകുട്ടന് 2.5 വയസ്സുണ്ട്. അപ്പോൾ അവന് തിരിച്ചറിവാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഈ ഒരു പ്രായം വരെ അവൻ ആ വീട്ടിലാണ്, സേഫായിട്ടുള്ള ഒരു ഇടത്താണ് അവൻ താമസിച്ചത്. അപ്പോൾ അവന് അവിടെ നിന്ന് ഇവിടോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ എലി ചാടുന്നു, അണ്ണാൻ ചാടുന്നു, അതൊക്കെ അവന് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഈ വീടിനെ ഞാൻ കുറ്റം പറയത്തില്ല. ഞങ്ങൾക്ക് കിടക്കാൻ ഒരു ഇടമെന്ന് പറയുന്ന ഞാൻ എന്തിനാ കുറ്റം പറയുന്നത്? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളോടെ ഇരിക്കുന്ന കുറേ മനുഷ്യരെ പേടിച്ചാണ് പല കാര്യങ്ങളും പറയാത്തത്, പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഇമോഷൻസ് പോലും മറച്ചു വെക്കുന്നത് അതിനാണ്. അതുകൊണ്ട് എൻ്റെ ദൈവമേ, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇനിയും അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ദൈവം അനുവദിച്ച് ഞങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല. ഞങ്ങൾ ആരുടെയും മുമ്പിൽ ചെന്ന് കൈനീട്ടേണ്ട ഗതികേട് ദൈവം വരുത്തിയിട്ടില്ല. ഞങ്ങൾ അത്യാവശ്യം ദൈവകൃപയാൽ സമാധാനത്തോടെ ജീവിക്കുന്നു. ആഹാരം, ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് കഴിക്കാൻ, ഞങ്ങൾക്ക് എന്താ പറയുന്നത്, എങ്ങനെയായാലും കിടക്കാൻ ഇടമുണ്ട്, റോഡിൽ കിടക്കേണ്ട വന്നിട്ടില്ല. ഇതൊക്കെ ദൈവം തരുന്ന ഭാഗ്യങ്ങളാണ്, പ്രത്യേകിച്ച് എന്നെ പോലെ എൻ്റെ അവസ്ഥയിലിരിക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ട് അതിനകത്തൊന്നും എനിക്ക് ഒരു പരാതിയില്ല. പിന്നെ സത്യാവസ്ഥകൾ പറയുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ ആ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിക്കണം. എന്നിട്ട് വേണം ഇങ്ങനെയുള്ള എന്താ പറയുന്നത് വികലമായ കമൻറ്റുകളിടാൻ കേട്ടോ. ഒരാളെ തകർക്കാൻ ഒരു വാക്ക് മതി, പക്ഷെ അവരെ ഒന്ന് ജീവിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അത് ഈ സോഷ്യൽ മീഡിയ വഴി ഹരാസ്മെന്റ് അനുഭവിക്കുന്ന സകല മനുഷ്യരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഉള്ള കാര്യമാണ് പറഞ്ഞത്. തെറ്റ് ചെയ്തവരെ ആണെങ്കിലും അഥവാ തെറ്റിദ്ധരിക്കപ്പെട്ടവരെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ രൂക്ഷമാണ്. നാളെ ഇതെല്ലാം നമുക്ക് തിരിച്ചടിക്കും. നമ്മളും തെറ്റ് ചെയ്യാതെ ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് നമ്മൾ കരുതലോടെ ഇരിക്കണം. വെറുതെ കയറി എല്ലാം തികഞ്ഞവരാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്, പ്രവർത്തിക്കരുത്. നമുക്കും കുറവുകളും ഇല്ലായ്മകളും ഒക്കെ വരും കേട്ടോ. അപ്പൊ ഇന്നത്തെ കഥാപ്രസംഗം കഴിഞ്ഞിരിക്കുകയാണ്. എന്തെടുക്കുക, നമ്മുടെ ലക്ഷ്മി ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ബോളി പോലെ ഒരു സാധനം അയച്ചു തന്നു. അതിന് ഒത്തിരി പേര് തന്നെ സത്യാവസ്ഥയൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കഴിച്ചു കേട്ടോ പ്രിയങ്ങളെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബോളി തന്നെ ഒപ്പിട്ടു എന്നാ അതിന്റെ പേരെന്ന് പറഞ്ഞു. ഒപ്പിട്ടു. അമ്മ ഇച്ചിരി പായസം ഒഴിച്ചു. തണുത്തിരിക്കോ പായസം? ചോറ് വേണ്ടേ? ഇതാണ് ബോളി. വേണ്ട, മോൻ കഴിച്ചോ. ഒരെണ്ണം അമ്മയ്ക്ക് അവിടെ വെച്ചേരെ വേണ്ടെങ്കിൽ. എന്നാലേ കുഞ്ഞു കഴിച്ചു. കഴിച്ചു. എന്തോ അതുപോലെ ഇന്ന് ലക്ഷ്മി ചേച്ചി ഇത് അയച്ചു തന്ന വീഡിയോ ഇട്ടപ്പോ എന്നോട് അങ്ങനെയാണ് ഞാൻ ഈ കമന്റ് ഇട്ട ആളുടെ ബാക്കിയുള്ള കമന്റുകളെല്ലാം കണ്ടത് കേട്ടോ. അതിനകത്ത് വന്ന് ചോദിക്കും, ഇതെല്ലാം ഫ്രീ ആയിട്ടാണോ തന്നത്, കാശ് കൊടുത്താണോ വാങ്ങിച്ചത്? നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചോ? ഞാൻ കാശ് കൊടുക്കുന്നുണ്ടോ, ചേച്ചി കാശ് മേടിക്കുന്നുണ്ടോ, നിങ്ങൾ എന്തിനാ അറിയുന്നത്? ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പോശം നിങ്ങൾ എന്തിനാ അറിയുന്നത്? ചിലപ്പോൾ ചേച്ചി എനിക്ക് സ്നേഹത്തോടെ അയച്ചു തരും,
അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബില്ല് അടച്ചിട്ട് അയച്ചു തരും. ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളല്ലേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടോ നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചോ. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാ അത് ദൈവമേ. ചോറ് വേണ്ടേ? എന്നാ പിന്നെ ഇനി കൂട്ടാനൊന്നും വെക്കുന്നില്ല. ഞാൻ മോര് കറി, മോരല്ല തൈരുണ്ട്, മീൻകറി ഉണ്ട്, അത് മതി. ലക്ഷ്മി ആൻറ്റി പൊട്ടറ്റോ ചിപ്സ് അയച്ച, അത് കൂട്ടും. ചില്ലി പൊട്ടറ്റോ അതിനകത്തിരിക്കുന്നു, അതിനകത്ത് കവറിനകത്തിരിക്കുന്നു. അപ്പൊ അതൊക്കെ കൂട്ടി ഞാൻ ചോറും, എനിക്കത് മതി. ഞാനിന്ന് കൂട്ടാനൊന്നും വെച്ചത്, നമുക്ക് ചമ്മന്തിപ്പൊടി കൂട്ടി മീൻ കറി വെച്ചതും കൂട്ടി ചോറ്. ഞാന് എൻ്റെ പല്ലിന്റെ പ്രശ്നം നാളെ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വശത്ത് ആ പല്ലിന്റെ പോടുള്ളത് കൊണ്ട് അവിടെ വെച്ച് ഒരു വഹ കഴിക്കാൻ പറ്റത്തില്ല. ഈ ഒരു സൈഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സൈഡ് ഉപയോഗിച്ച് ഇപ്പൊ എനിക്ക് ഇവിടെ വെച്ച് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതായത് ഞാൻ എന്തോരം കപ്പലണ്ടി മിഠായിയും ബിസ്ക്കറ്റും അങ്ങനെയുള്ള കട്ടിയുള്ള സാധനങ്ങൾ, എനിക്ക് ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതൊന്നും ഞാൻ കഴിക്കാറേ ഇല്ല. എള്ളുണ്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഉപ്പേരി കഴിക്കാൻ പറ്റില്ല. ചക്ക വറുത്തതൊക്കെ ഞാൻ ഈ ഫ്രണ്ടിലത്തെ പല്ലില്ല അവിടെ ഇട്ട് പൊടിച്ചിട്ടാണ് കഴിച്ചത്. എന്താ പ്രായം കൂടുന്നതനുസരിച്ച് ഓരോ പാർട്ട് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചുമോള് പല്ല് കമ്പി ഇടാൻ പോകുന്നതിന്റെ കാര്യം പറഞ്ഞ് പല്ലെടുത്ത് അവൾക്ക് ആകപ്പാടെ ഇടങ്ങാറായിരിക്കുമായിരുന്നു. വർത്താനം പറയാൻ വയ്യ, കഴിക്കാൻ വയ്യ, അങ്ങനെയൊക്കെ ഇരുന്നപ്പോ ഞാൻ വഴക്ക് പറഞ്ഞു. ഈ പല്ല് ഇച്ചിരി ഭംഗിയായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷെ അവള് ചിരിക്കുമ്പോഴൊന്നും അത്ര വൃത്തിയോടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുഴപ്പമില്ലായിരുന്നു, ഈ പല്ലെല്ലാം വലിച്ചിളക്കിയിട്ടല്ലേ നിനക്ക് ഇത്രയും വയ്യാഴി എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഈ പല്ല് ഇങ്ങനെ പ്രശ്നമാണ്. ഈ പല്ല് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് ഈ പല്ല് എടുത്താല് ഈ മുറിവ് കരിയത്തില്ല. വരുവാ, പേടിയാ, തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും വിളിച്ചോണ്ടിരിക്കും. അതിന്റെ കൂടെ നമ്മൾ ഈ കട്ടിലിന്റെ മുകളിൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. തിണയ്ക്ക് കെട്ടി, ആ കട്ടിൽ നമ്മൾ കിടക്കുന്നിടത്തും കെട്ടി. ഈ തിണയ്ക്ക് വലിച്ചു കെട്ടിയ ഷീറ്റ് കടിച്ചു മുറിച്ച് കളഞ്ഞേക്കുന്ന എലി. അത് കണ്ടപ്പോ തൊട്ട് പിന്നെയും പേടിയില്ല. അപ്പൊ ഈ പല്ല് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് എടുത്തതിന്റെ ഭാഗമായിട്ട് ഇനിയും പല്ലെടുത്താൽ നമ്മുടെ ജീവിതകാലത്ത് ഇനിയും പല്ലെടുക്കാൻ പറ്റത്തില്ല. പല്ലെടുത്താൽ മുറിവുണങ്ങത്തില്ല. മുറിവുണങ്ങാത്തുള്ള അവസ്ഥ അറിയാലോ. പിന്നെ നമ്മുടെ അവസ്ഥ എന്തായി തീരുമെന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇനിയിപ്പോ അതിനെപ്പറ്റിയൊക്കെ ഓർക്കുമ്പോ ടെൻഷനാണ്. പല്ല് ഇങ്ങനെ പ്രശ്നമായി എങ്ങനെയാണ് എടുക്കാനും പറ്റത്തില്ല, വായി വെച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല. പല്ലുവേദന എന്നൊക്കെ പറഞ്ഞാൽ മരണവെപ്രാളമാണ്, മരണവേദനയാണ്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുമാണ്. ഈ അനുഭവിച്ച മാനസിക വേദനകളുടെ അത്രയൊന്നും ഇല്ല. എന്നാൽ തന്നെയും ചിലപ്പം തലവേദനയും പല്ലുവേദനയും ചെവി വേദനയൊക്കെ നമ്മളെ വല്ലായ്മയാക്കും. ഇത് കാണിച്ചു വെച്ചേക്കുന്ന പണി കണ്ടു. ഇവിടെ ഒരാൾ ഇന്ന് അത്താഴത്തിന് നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ സ്പെഷ്യലാണ് കഴിച്ചത്. ചോറ് വേണ്ട. അമ്മ ചോറിനട്ടെ, അമ്മ ചോറിനാൻ പോ. ഇനി കുറച്ച് തൈര് എടുക്കുന്നുണ്ട്. രാവിലെ ഞാൻ മീൻകറി വെച്ചു പ്രിയങ്ങളെ, അതും കൂടി ഇച്ചിരി വിളമ്പാം. കിളിമീനാണ്, കിളിമീൻ. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ്. കഴിക്കട്ടെ. മോനുകുട്ടൻ കഴിച്ചത് കൊണ്ട് മോനുകുട്ടന് വേണ്ട, ഞാൻ കഴിക്കാൻ പോവാണ്. വിളി വന്നോണ്ടിരിക്കുവാണ്. ഞാൻ ഇനിയും ചെന്നില്ലെങ്കിൽ ചിലപ്പം ഇവിടെ പ്രക്ഷോഭം നടക്കും. അതുകൊണ്ട് കഴിക്കട്ടെ. നാളെ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കൂടെ വേണം. എല്ലാവരോടും സ്നേഹം. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.